നമസ്കാരം. ഇന്ന് നമ്മൾ വളരെയധികം എന്താ പറയുക സുപരിചിതമായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് പറയുന്നത്. എന്നാൽ ഒട്ടുമിക്ക സുഹൃത്തുക്കൾക്കും ഇതിനെപ്പറ്റി ഡൗട്ടുമുണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ട് ഇന്ന് നമുക്ക് സംസാരിക്കാം. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിളാണ്. ഒത്തിരി അധികം അഡ്വർടൈസ്മെൻറ്റുകളുണ്ട്, ഒത്തിരി അധികം ഡിസ്കഷൻസ് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി നടക്കുന്നുണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി പറയാതെ നമുക്കൊരു വെൽത്ത് ക്രിയേഷൻ്റെ ഒരു ജേണിയെ പറ്റി സംസാരിക്കാനും പറ്റില്ല. നമുക്കും ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, എന്താണ് മ്യൂച്വൽ ഫണ്ടെന്ന് ഒന്നും കൂടിയും നമുക്ക് പറയാൻ പറ്റുമെന്ന് വെച്ചിട്ട്. അപ്പോൾ എന്താണ് മ്യൂച്വൽ ഫണ്ട്? മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കുറേ ഇൻവെസ്റ്റേഴ്സിൻ്റേന്ന് കുറച്ച് കാശ് ഇങ്ങനെ സ്വരൂപിക്കുകയും ഒരു വലിയൊരു ഫണ്ടായിട്ട് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അതിന് ഒരു ഫണ്ട് മാനേജർ ഉണ്ടാകും. ആ ഫണ്ട് മാനേജർ പല ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസ്സിലേക്ക് നിക്ഷേപിക്കുകയും എന്നിട്ടൊരു റിട്ടേൺ ഉണ്ടാക്കും. ആ റിട്ടേൺ ഈക്വലായിട്ട് ഈ ഇൻവെസ്റ്റേഴ്സിന് വീതിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു രീതി. അപ്പോൾ ഈ ഇതിൽ എങ്ങനെ നടക്കാമെന്ന് വെച്ചാൽ ഒരു ഫണ്ട് മാനേജ് ചെയ്യാനായിട്ട് ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. അദ്ദേഹത്തിന് വളരെയധികം എക്സ്പീരിയൻസ് ഉണ്ടാവും ഈ പർട്ടിക്കുലർ അസറ്റ് ക്ലാസ്സസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തൊക്കെ അസറ്റ് ക്ലാസ് ആയിരിക്കും അതിൽ ഇൻവെസ്റ്റ് ചെയ്യണത്? ഇക്വിറ്റി ഉണ്ടാവാം, ഡെറ്റ് ഉണ്ടാവാം, പിന്നെ ഒരു ഗോൾഡ് ഉണ്ടാവാം. അങ്ങനെ പല ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസ്സിലായിട്ടായിരിക്കും ഇത് നിക്ഷേപിക്കുക. ഈവൻ ചില സ്കീമിൽ ഇക്വിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലതിൽ ഡെറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലതിൽ ഗോൾഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഓരോരോ തീം അനുസരിച്ച്, ഓരോ ഒബ്ജക്റ്റീവ് അനുസരിച്ചിട്ട് നമ്മൾ ഫണ്ടിൻ്റെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അത് ഫണ്ട് സെറ്റ് ചെയ്യണേക്കാളും മുന്നേ അത് ഫണ്ട് മാനേജർ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അതേമാതിരി തന്നെ ഈ ഫണ്ട് മാനേജ് ചെയ്യാനായിട്ടുള്ളൊരു ചാർജ് ഉണ്ട്, ഫണ്ട് മാനേജ്മെൻറ്റ് ചാർജസ്. അതും ഈ നിക്ഷേപത്തിൽ നിന്ന് വരുന്ന ലാഭത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റർ എല്ലാവരോടും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ ടോട്ടൽ അസറ്റിൻ്റെ വാല്യൂ എത്രയാണോ അതേ മൈനസ് ഫണ്ട് മാനേജ് ചെയ്യാനുള്ള എക്സ്പെൻസ് ആണ് ഒരു ഫണ്ടിൻ്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ. അതേമാതിരി ഓരോ നിക്ഷേപനും എത്ര മാത്രം ഫണ്ട് ഇട്ടിട്ടുണ്ടോ അതിൻ്റെ ആ സെയിം പ്രൊപ്പോർഷനിലായിരിക്കും ആ അദ്ദേഹത്തിൻ്റെ ഫണ്ട് വളർന്നു കഴിഞ്ഞാലുള്ള ഗ്രോത്ത് കിട്ടുന്നത്. അതിന് ഇപ്പോൾ ഒരു ആൾ നിക്ഷേപിക്കുന്ന ആ പർട്ടിക്കുലർ യൂണിറ്റിന് NAV എന്നും മറ്റും പറയും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ ഇരിക്കുന്നത്. ഇപ്പോൾ ആസ് എൻ ഇൻവെസ്റ്റർ നമുക്കെല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സേവിങ്സ് ഉണ്ടാവും, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവും. പക്ഷേ നമുക്കതിൻ്റെ സമയം ഉണ്ടാവാനില്ലായിരിക്കും, അല്ലെങ്കിൽ നമുക്കതിൻ്റെ എക്സ്പേർട്ടൈസ് ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയെ ഏൽപ്പിച്ച് ഒരു ഫണ്ട് മാനേജർ അത് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും കേപ്പബിലിറ്റി അനുസരിച്ച് മാനേജ് ചെയ്യും, നമുക്ക് അതിൻ്റെ റിട്ടേൺ ഉണ്ടാക്കാനും പറ്റും. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ വേറെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഫോളോയിങ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാനുണ്ടാവും. ഇപ്പോൾ ഏതെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്കത് നോക്കി പെട്ടെന്ന് അതിനുള്ള ഉത്തരം തരാനായിട്ട് സാധിക്കും. അതേമാതിരി തന്നെ ഇതേമാതിരി മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയും അടുത്ത വെൽത്ത് ക്രിയേഷൻ വെഹിക്കിൾസിനെ പറ്റിയിട്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് പോകാം. താങ്ക് യു സോ മച്ച്.